ഹലോ ശ്രീ, നീ അന്ന് ചോദിച്ചില്ലേ ഒരു അനിരുദ്ധനെ കുറിച്ച്? എടാ, അന്തിപത്രത്തിന്റെ റിപ്പോർട്ടർ, അവന്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എപ്പോഴാ നീ ഫ്രീ ആവുന്നേ? അത് ഞാൻ നിന്നെ വൈകിട്ട് അങ്ങോട്ട് വിളിക്കാം. ആ എന്താടാ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ്? വഴിക്ക് എവിടെങ്കിലും വെച്ച് പഴയ കക്ഷികളെ ആരെങ്കിലും കണ്ടോ? ഹേയ്, അതൊന്നുമല്ല. പറയാം. 3 വഴികളിലായി അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയുടെ ശത്രുക്കളെ അന്വേഷിക്കുകയായിരുന്നു ബർസോമും കബീറും ഞാനും ഇതുവരെ. പലരെയും കണ്ടു. കൂട്ടത്തിൽ അയാൾ ആദ്യമായി വാദിച്ച് വിജയിച്ച മുണ്ടക്കയം പെൺവാണിഭ കേസിന് പിറകെയും ഞാനൊന്ന് പോയി നോക്കി. 1980 നടന്ന സംഭവം. മേരി പൗലോസ് എന്ന 20കാരി പെൺകുട്ടിയെ സർക്കാർ ഉദ്യോഗം വാഗ്ദാനം ചെയ്ത് ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് കേസ്. അന്നത്തെ ഒരു രാഷ്ട്രീയ നേതാവടക്കം 19 പ്രതികൾ. കേസിന്റെ വിധി വന്ന് കുറച്ചു നാളുകൾക്കുള്ളിൽ മേരി മരിച്ചു. അധികം വൈകാതെ അവളുടെ അപ്പച്ചനും അമ്മച്ചിയും പോയി. മുണ്ടക്കയത്തെ ഇടവക പള്ളിയിലെത്തിയ എനിക്ക് ആകെ കാണാൻ സാധിച്ചത് സിമിത്തേരിയിലെ അവരുടെ കല്ലറകൾ മാത്രമായിരുന്നു. പക്ഷേ പള്ളി വികാരിയുടെ ഓർമ്മകളിൽ നിന്നും എനിക്ക് പുതുതായി മറ്റൊന്നുകൂടി അറിയാൻ സാധിച്ചു. പീഡനത്തിൽ മേരി ഗർഭിണിയായി. കോടതിയിൽ കേസ് നടക്കുമ്പോൾ അവൾ പ്രസവിച്ചു. മേരിയുടെ മകനെയും തേടി യാത്ര തിരിച്ച ഞാൻ ആദ്യമെത്തിയത് കന്യാഗിരി ഓർഫനേജിലായിരുന്നു. അവിടെ നിന്ന് അവൻ 10ാം ക്ലാസ് വരെ പഠിച്ച സെന്റ് അലോഷ്യസ് സ്കൂളിൽ. ആ മകൻ ആരെന്നറിയാൻ ഇനി ഞാൻ എത്തേണ്ടിയിരുന്നത് ഈ ക്യാമ്പസിലായിരുന്നു. അതും അവൻ പഠിച്ച ഈ ക്ലാസ് റൂമിൽ. പറ, പെറ്റിട്ട തള്ളയ്ക്ക് പോലും പാതി ജീൻ ആരുടേതെന്ന് പറയാൻ പറ്റാത്ത മേരി പൗലോസിന്റെ ആ മകൻ നീയല്ലേ? ശ്രീ, ഞാൻ ഓർഫനേജിലെയും സ്കൂളിലെയും റെക്കോർഡ് ബുക്കുകളിലെ മിലൻ പോൾ എന്ന പേര് കണ്ട് അത് നീ ആവരുത് എന്ന് ഈ നിമിഷം വരെ പ്രാർത്ഥിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ. ഈ ക്ലാസ് റൂമിൽ വെച്ചാ ഞാൻ നിന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, ഒപ്പം കൂട്ടുന്നത്. എന്നിട്ട് എപ്പോഴും നീ ഒരു അനാഥനാണെന്ന് അറിഞ്ഞപ്പോ ഒരു സുഹൃത്തിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നത്. എന്നിട്ടും നീ എന്നെ... ശ്രീ, ഞാൻ പറയുന്നത് കൂടെ നീ ഒന്ന് കേക്ക്. എന്താ നിനക്ക് പറയാനുള്ളത്? ആ മിലൻ പോൾ നീ അല്ലെന്നോ? അല്ല. സ്കൂളിലെയും ഓർഫനേജിലെയും റെക്കോർഡ്സിൽ നീ കണ്ട പേര് എൻ്റെ തന്നെ. ഒരു കാലത്ത് ഇവിടുത്തെ പത്രങ്ങളും ജനങ്ങളും മുണ്ടക്കയം പെൺകുട്ടിയെ ഓമന പേരിട്ട് വിളിച്ച മേരി പൗലോസിന്റെ മകൻ. കുറച്ചു മുമ്പ് നീ വിശേഷിപ്പിച്ച പോലെ എ റിയൽ ബാസ്റ്റർഡ്. മതി. ഇനി എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് നാരായണൻ തമ്പിയുടെ കൊലയാളിയാകാൻ പോകുന്ന ഞങ്ങൾ അന്വേഷിക്കുന്ന 5ാമൻ അത് നീയാണോ? അതെ. അപ്പൊ ഇത്രയും നാള് കൂടെ നടന്ന് ചതിക്കുകയായിരുന്നു അല്ലടാ? ഇല്ല ശ്രീ, നിന്റെ മുഖത്ത് നോക്കി 1 ഇഞ്ച് പോലും പതറാതെ എനിക്ക് പറയാൻ കഴിയും ഞാൻ നിന്നെ ഒരു വിധത്തിലും ചതിച്ചിട്ടില്ലാന്ന്. ഒക്കെ നീ അറിഞ്ഞു എന്ന് മനസ്സിലായിട്ടും എല്ലാം നിന്നോട് തുറന്നു പറയാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴുള്ള ഏറ്റുപറച്ചിൽ അല്ലേ? നിനക്കതെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ദുഷ്ടനെന്നോ ചതിയനെന്നോ എന്നെ വിളിക്കാം. എല്ലാം പക്ഷേ എനിക്ക് പറയാനുള്ളതൂടെ കേട്ടിട്ട്. നീ പറഞ്ഞതുപോലെ 19 പേരുൾപ്പെട്ട പീഡനത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. കേരളം ആദ്യമായി ആഘോഷിച്ച സ്ത്രീ പീഡന കേസിന്റെ വാദം കോടതിയിൽ നടക്കുമ്പോൾ അവരെന്നെ പ്രസവിച്ചു. കറുത്ത കൂട്ടും കാക്കിയുടുപ്പും കണ്ടു വളർന്ന ശൈശവവും ബാല്യത്തിന്റെ ആരംഭവും, ഊണും ഉറക്കവും കോടതി വരാന്തയിൽ. കോടതി മുറിക്കുള്ളിൽ സ്വന്തം മാനം ചവിട്ടി മെതിക്കപ്പെടുമ്പോഴുള്ള പെണ്ണിന്റെ വേദന എന്താണെന്ന് ഞാൻ ആദ്യമായി അറിയുന്നത് എൻ്റെ അമ്മയുടെ നിലവിളികളിലൂടെ. ഇന്നും എന്നെ പിന്തുടരുന്ന നിലവിളികൾ. നാരായണൻ
നമ്പി എന്ന മിടുക്കനായ വക്കീലിന്റെ സമർത്ഥമായ പെർഫോമൻസിൽ പ്രതികളെല്ലാം നിരുപാധികം വിട്ടയക്കപ്പെട്ടു. അതിനുശേഷം ഏതാണ്ട് ഒരു 2 മാസം കൂടിയേ എൻ്റെ അമ്മ ജീവിച്ചിരുന്നുള്ളൂ. വീടിനടുത്തൊരു തോട്ടത്തിലെ കൂലിപ്പണിക്കാരായിരുന്നു വല്യപ്പച്ചനും വല്യമ്മച്ചിയും. പണിയെടുത്ത് കഴിയാനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടതോടെ അവർക്ക് ഞാനൊരു ഭാരമായി മാറി. അങ്ങനെയിരിക്കെ നാട്ടിലെ ചില രാഷ്ട്രീയക്കാർ ഉപദേശിച്ചു കൊടുത്ത ബുദ്ധിയായിരുന്നു എന്നെയും കൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു സമരം, സർക്കാരിന്റെ ദയ പിടിച്ചു പറ്റാൻ. ദയ പിടിച്ചു പറ്റാനായില്ലെങ്കിലും പോലീസുകാരുടെ തല്ലിന്റെ ചൂട് ഞങ്ങൾ 3 ശരിക്കും അറിഞ്ഞു. ആ സംഭവം നടന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വല്യപ്പച്ചൻ പോയി. അധികം വൈകാതെ വല്യമ്മച്ചിയും. അങ്ങനെ ഞാൻ കന്യാഗിരി ഓർഫനേജിലെത്തുന്നത്. പഠിക്കാൻ മോശമല്ലാത്തതുകൊണ്ടാവാം ഓർഫനേജിലെ വാർഡനച്ഛൻ എന്നെ സഭയുടെ കീഴിലുള്ള സെന്റ് ലൂഷ്യസ് സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചത്. കൂട്ടുകാരും പഠിത്തമൊക്കെ ആയപ്പോൾ ഞാൻ കഴിഞ്ഞതൊക്കെ കുറേശ്ശെ മറന്നു തുടങ്ങി. മാത്രമല്ല, എല്ലാം തുറന്നു പറയാൻ എനിക്ക് അവിടെ ഒരു കൂട്ടുകാരിയെയും കിട്ടി. കണ്ണുകളിൽ കൗതുകം ഒളിപ്പിച്ച ആ പെൺകുട്ടി എനിക്ക് ആരായിരുന്നു എന്ന് ഇന്നും നിർവചിക്കാനാവുന്നില്ല. ഒരു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയവൾ പിന്നീട് ഒരിക്കലും മടങ്ങി വന്നില്ല. ക്രൂരമായ പീഡനത്തിൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടി ആരായിരുന്നു എന്ന് ശ്രീക്കറിയാമോ? സുദക്ഷണ. ദക്ഷയുടെ? അതെ, ദക്ഷയുടെ ചേച്ചി. ഇവിടെ ഈ ക്യാമ്പസിൽ നിനക്കൊപ്പം ചിരിച്ചു നടക്കുമ്പോഴും എൻ്റെ മനസ്സിലെ ഈ മുറിവുകളൊന്നും ഉണങ്ങിയിരുന്നില്ല. ഒരു അനാഥൻ എന്നതിനപ്പുറം ഞാൻ നിന്നെ പോലും ഒന്നും അറിയിച്ചതുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കയറിക്കോ. ദക്ഷയല്ലേ? എന്നെ മനസ്സിലായോ? ഞാൻ മിലൻ. അധികം വിസ്തരിക്കണ്ട, അറിയാം. എന്നിട്ടാണോ മുമ്പ് പലതവണ കണ്ടപ്പോഴും ദക്ഷ എന്നെ മൈൻഡ് ചെയ്യാതിരുന്നത്? എനിക്ക് മനസ്സിലായിരുന്നു മൈൻഡ് ചെയ്യാൻ. ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും. ദക്ഷ, എന്താ ദക്ഷ ഇത്? എന്തു പറ്റി? I lost my car's key. എവിടെ? I don't know anything. എന്തിനാ ദക്ഷ, എന്തിനാ അങ്ങനെ സ്വയം നശിക്കുന്നത്? നശിക്കാതെ പിന്നെ. Today also I've tried to kill him. ആരെ? അവനെ തന്നെ. എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ സെക്കൻഡ് ഹസ്ബൻഡിന്, എൻ്റെ ചേച്ചിയെ കൊന്നവന്. I'll kill him. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. 14 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ചേച്ചിയെ കൊന്നവനോടുള്ള പക ദക്ഷയിൽ അതേപടി ഉണ്ടെന്നുള്ളത്. ഒപ്പം ഞാൻ മറ്റൊരു സത്യം കൂടി തിരിച്ചറിയുകയായിരുന്നു. ദക്ഷ അനുഭവിച്ച അതേ വേദനയിൽ നിന്ന് തന്നെയാണ് ഞാൻ അതുവരെ ഒളിച്ചോടാൻ ശ്രമിച്ചിരുന്നതും. നീതി നിഷേധിക്കപ്പെട്ടവരുടെ വേദന. അപ്പോ ഈ സേതുവും ആഷ്ലിയും മോനച്ചനുമൊക്കെ? പറയാം. ആയിടയ്ക്ക് ബാലഗംഗാധരൻ ആഷ്ലി കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഞാനാ. അങ്ങനെ എനിക്ക് ആഷ്ലിയെ പരിചയം. ഒരു ഹോട്ടൽ റൂമിൽ വെച്ചാ ഞാൻ മോനച്ചനെ കാണുന്നത്. ഫേമസ് പെയിന്റർ മുഹമ്മദ് അലി ആ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്നറിഞ്ഞ് ഒരു ഇന്റർവ്യൂ എടുക്കാൻ ചെന്നതായിരുന്നു ഞാൻ അവിടെ. അല്ല, ഞാൻ റൂം മാറി. ഹലോ സലോ. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം മുഹമ്മദ് അലിയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ആ മുറിയുടെ മുമ്പിലെത്തിയപ്പോൾ കണ്ടത്
അനിരുദ്ധൻ എന്ന പേരിൽ സേതുവിനെ പറ്റി പത്രത്തിൽ എഴുതിയതും നീ തന്നെയാവും അല്ലേ? അതെ, പത്രപ്രവർത്തനം തുടങ്ങിയ ആദ്യ കാലങ്ങളിൽ ഏറെ വിവാദപരമായ വാർത്തകൾ എഴുതാൻ ഞാൻ ഉപയോഗിച്ചിരുന്ന പെന്നേമായിരുന്നു അനിരുദ്ധൻ.